ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പഴമാണ്. അതുപോലെ ഇതൊരു ഹെൽത്തി റെസിപ്പിയാണ്. പഴം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് പഴമാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് മൈസൂർ പഴമാണ്. ഇനി ഇത് നമുക്ക് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു അളവ് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ പഴം ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈസൂർ പഴത്തിന് പകരം കദളിപ്പഴമോ അങ്ങനെ ഏതെങ്കിലും പഴം യൂസ് ചെയ്താൽ മതി. ഇതാകുമ്പോൾ ചെറിയൊരു പുളിപ്പായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് മെൽറ്റായിട്ട് വരണം. അങ്ങനെ നെയ്യെല്ലാം നന്നായിട്ട് തന്നെ മെൽറ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച് പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ജസ്റ്റ് ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇത് കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. ഇത് നിങ്ങളെടുക്കുന്ന പഴത്തിന് വേണ്ട മധുരത്തിനനുസരിച്ചുള്ള ശർക്കര എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടാണ് മാറ്റി വെക്കുന്നത്. അപ്പം നമ്മുടെ പഴം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. അതുകൂടി ഒഴിച്ചാൽ ഇത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് കുറുകി വരണം. അപ്പോൾ നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്തത് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇത് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതുപോലെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനാണ്. അപ്പോൾ ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പഴം ഒന്നുകൂടെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കൂടുതലായിട്ട് പഴം എടുത്തതുകൊണ്ടാണ് നമ്മളിത് വഴറ്റി വരാൻ കൂടുതൽ ടൈം എടുക്കുന്നത്. പഴത്തിൻ്റെ എണ്ണം കുറച്ചെടുക്കുമ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് കുറുകി വരുന്നതിനനുസരിച്ച് ഇതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. ഇപ്പോൾ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന ഒരു പരുവം വരെയാണ് നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചെറുതായിട്ട് പഴം കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാമെന്നാണ്. അധികം പഴുത്തുപോയ പഴമൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഇതിപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം വരെയാണ് കുറുക്കിയെടുക്കേണ്ടത്. ഈ ഒരു ടൈമിൽ നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഴമൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നേരത്തെ തയ്യാറാക്കി വെച്ച പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ പുതിയ വീഡിയോസിന് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
താങ്ക് യു.